ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു സന്തോഷവാനല്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒരു കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർ നല്ലൊരു മൈൻഡല്ല. സത്യം പറഞ്ഞാൽ അവരുടെ ചിന്ത അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, നിങ്ങളുടെ വ്യക്തി കേട്ടോ. അതായത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി, അതായത് അതാണ് ഇവിടെ ഇവർക്കൊരു ചീറ്റിംഗ് നേരിട്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ആരോ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ അവരുടെ കണ്ടീഷൻ നോക്കുന്ന സമയത്തും വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അവർ വിശ്വസിച്ചാരോ അവരെ ചീറ്റ് ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ വിശ്വസിച്ചാരോ, അല്ലെങ്കിൽ ഫാമിലി ആവാം, അല്ലെങ്കിൽ വേറെ വ്യക്തിയാവാം, ഫ്രണ്ട്സ് ആവാം, ആരോ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ആളിപ്പോൾ കടന്നു പോകുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജി, അത്രത്തോളം ദുഃഖത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് കേട്ടോ. എന്താ പറഞ്ഞാൽ സത്യത്തിലൊരു സന്തോഷവാനല്ല ആള്. ആളുടെ മനസ്സിൽ എന്തു പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫീലിങ്സ് നേരിടുന്ന അവസ്ഥയിലൂടെയാണ് ആൾ കടന്നു പോകുന്നത് കേട്ടോ. ഓരോ നിമിഷവും ആളിങ്ങനെ വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയൊക്കെയാണ് ആൾ കടന്നു പോകുന്നത്. അതാണ് ആരോ ആളുടെ വിശ്വാസത്തോടെ ആളെ ആരോ പറ്റിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതൊരു ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് തന്നെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആൾക്ക് വേറെ റിലേഷൻഷിപ്പോ വല്ല കാര്യമോ അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഈ വ്യക്തി ചീറ്റിങ് നേരിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനെ, അതായത് അത്രത്തോളം ആളിപ്പോൾ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ജനറലാണ്. നിങ്ങളും ചിലപ്പോൾ ഈ വ്യക്തിയെ അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലമായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. എല്ലാവർക്കും ഉള്ളതല്ല, ഇത് കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ്, ബ്രേക്കപ്പ് ആണ്, സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് സന്തോഷവാനല്ല. ഈ വ്യക്തി ആരോ ചതിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിച്ചാരോ, ഈ വ്യക്തി അത്രയധികം വിശ്വസിച്ചാരോ ആരുടെയോ കയ്യിൽ നിന്ന് ഈ വ്യക്തി ചതി പറ്റിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ വ്യക്തി ഇങ്ങനെ ഒരു പ്രശ്നം വരണമെങ്കിൽ ഒരു കൂട്ടുകെട്ടിൽ പോയിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തി കേട്ടോ. ശരിക്കും എന്ത് പറഞ്ഞാൽ ഒരു കൂട്ടുകെട്ട്, അതായത് ഒരു നല്ലൊരു കൂട്ടുകെട്ടല്ല അത്. ചിലപ്പോൾ ഫ്രണ്ട്സ് മുഖേന കൂട്ടുകെട്ടിലേക്ക് പോയിട്ട് ചതി പറ്റിയതാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ വേറെ വ്യക്തികളുമായിട്ടൊക്കെ കൂട്ടുകെട്ടി റിലേഷൻഷിപ്പിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി അങ്ങനെ ഈ വ്യക്തിക്ക് വലിയൊരു ചതി കിട്ടിയതാവാം. ഇപ്പോൾ ശരിക്കും കുറ്റബോധമുണ്ട്, നല്ല കുറ്റബോധമുണ്ട്, ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ പോകേണ്ടായിരുന്നു, അങ്ങനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ശരിക്കും പെട്ടുപോയി ആൾ. തീരുമാനം എടുക്കാനൊന്നും സാധിക്കാത്ത വിധത്തിലായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അപ്പോൾ നിങ്ങളുടേക്ക് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ സ്വീകരിക്കുമോ? നിങ്ങളിൽ നിന്നും ഒരു പോയ വ്യക്തി, അവർ വേറൊരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല, എത്രയോ കപ്സിൻ്റെ എനർജി പല കൂട്ടുകെട്ടിലും ചെന്ന് പെട്ടിരിക്കുക. അതിനുശേഷം ഈ വ്യക്തിക്ക് ശരിക്കും അനുഭവിക്കുക, ചതി കിട്ടി, നല്ല പോലെ പണി കിട്ടി. ആ പോയത് നല്ലത് കണ്ടിട്ടായിരിക്കാം പോയത്. ലാസ്റ്റ് അവർ നിങ്ങളുടെ വ്യക്തിയെ പറ്റിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് മുന്നോട്ട് ഇനിയൊരു സ്റ്റെപ്പ്, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോവേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് വരണോ, നിങ്ങളിനിപ്പോൾ സ്വീകരിക്കുമോ വന്നാൽ തന്നെ, അതാണ് ആൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് തന്നെ കേട്ടോ. അതായത് ആൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് മനോവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ആൾ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എല്ലാം നമ്മൾ ഇന്ന് കാർഡ്സ് എടുത്തത് മുഴുവൻ ആളുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അങ്ങേയറ്റം തകർന്ന അവസ്ഥയാണ്. ഈ കാർഡ്സ് എല്ലാം മനസ്സിലായല്ലോ, അങ്ങേയറ്റം തകർന്ന അവസ്ഥയിലൂടെയാണ് ആൾ കടന്നു പോകുന്നത്. അത്രത്തോളം മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അപ്പോൾ അത്രത്തോളം ആൾ വിട്ടുപോയൊരവസ്ഥ. സ്റ്റക്കാണ് കേട്ടോ, ഹാങ്ഡ് മാൻ എനർജി, സ്റ്റക്കാണ് ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഇപ്പോൾ എന്താ പറയുക, പെട്ടുപോയൊരവസ്ഥ. ആളുടെ മനോഭാവം, ആൾ വിചാരിച്ചതുപോലെ അല്ല സത്യത്തിൽ നടന്നിരിക്കുന്നത്. ആൾ വിശ്വസിച്ച ആരോ ആണ് ആളുടെ ചതിച്ചത്, അല്ലെങ്കിൽ അത്രയധികം വിശ്വാസത്തോട് മുന്നോട്ട് പോയ വ്യക്തിയായിരിക്കും. അവരുമായിട്ട് എന്തോ നല്ലത് കണ്ടിട്ട് പോയതാവാം, അല്ലെങ്കിൽ അവർ എന്തോ ഒരു കാര്യം, എന്താ പറയുക, അത്രത്തോളം വിശ്വസിച്ചിരുന്നു അവരെ. അപ്പോൾ അവരാണ് ഈ വ്യക്തിയെ ചതിച്ചത്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൽ പോയ വ്യക്തികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂട്ടുകെട്ടിലേക്ക് ചെന്നുപെടാം. അതേപോലെ അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനങ്ങാൻ പറ്റുന്നില്ല, ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആളിപ്പോൾ സ്റ്റക്കാണ്, ആരുമില്ല, ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. കിങ് ഓഫ് വാൺസിൻ്റെ ഷോർട്സിൻ്റെ എനർജി. അതായത് ഇപ്പോൾ ഒരു ആരോടും ഇപ്പോൾ ഒന്നിനും പോകുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിലേക്കും ഒന്നും എടുത്തു ചാടാതെ ആളിപ്പോൾ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ വരട്ടെ, അല്ലാണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്താ പറയുക, കുറച്ചൊക്കെ ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ. ആൾക്ക് ഒരു എന്താ പറയുക, വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ആൾക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, മനസ്സിൽ ദേഷ്യവും ഈഗോ ഉണ്ട് കുറച്ച്. നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോൾ ഈഗോ സമ്മതിക്കുന്നില്ല. കാരണം തെറ്റുകാരവരാണെന്ന് അവർക്കറിയാം. പക്ഷേ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എന്തു പറയും? അപ്പോൾ അവിടെ ഈഗോ സമ്മതിക്കുന്നില്ല ആളുടെ. ആ ഒരു ഇതിലാണ് ആളുള്ളത് ഇപ്പോൾ. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഡെക്കിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. എന്താണ് ഇനി അവരുടെ നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് അവർ ഇനി എന്താണ് അവരുടെ നെക്സ്റ്റ് തീരുമാനം എന്താണ്? ടെൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഇവർക്കൊരു മാറ്റം വരും കേട്ടോ. ഇവരുടെ ലൈഫിലൊരു ചേഞ്ച് വരുത്തും ഈ വ്യക്തി. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ഒരു ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ അവരുടെ മനസ്സിൽ ഒരു എന്താ പറയുക, ഇതുവരെ ജീവിച്ചതുപോലെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ആൾക്കൊരു ഫാമിലി വേണമെന്നുണ്ട്, ആൾക്കൊരു കൂട്ട് വേണമെന്നുണ്ട്, ആൾക്കൊരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്ക് ഫിനാൻസൊക്കെ ബിസിനസ്സൊക്കെ അതിലൊക്കെ ഒരു ഗ്രോത്ത് കൊണ്ടുവരണമെന്നുണ്ട്. അല്ലെങ്കിൽ ജോലി കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് ഈ ഒരു ചതി ഇനി പറ്റരുതെന്ന് ആളിപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കൊരു ജീവിതത്തിലൊരു മാറ്റം,
വേണമെന്ന് ആളിപ്പോൾ ചിന്തിക്കുന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ കാർഡ് ഇപ്പോൾ താഴെ വീണ കാർഡും ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ കാർഡും ഇതേ കാർഡ് തന്നെ ആയിരുന്നു. കണ്ടോ, 7 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളടുത്ത് ചീറ്റ് ചെയ്ത് നിങ്ങളോട് ഒരു ചതി ചെയ്ത വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയൊരു വ്യക്തിയാണ്, നിങ്ങളോട് നിങ്ങളെ ചതിച്ചിട്ട് പോയൊരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് ഈ കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആൾക്കൊരു കൺഫ്യൂഷൻ മൈൻഡ് വരാൻ കാരണം. ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഇവരെ സ്വീകരിക്കുന്നതെന്ന് ഒരു ഇതിലാണ് ആളുള്ളത്. ഇപ്പോൾ ആൾക്ക് വരാനൊരു പേടി, എന്തോ ഒരു ഇതാണ് എന്ന് വെച്ചാൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയ എന്തോ ആ ഒരു ബന്ധത്തിൽ കണ്ടിട്ട് പോയ വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെ ആയാലും ആ വ്യക്തി ഇപ്പോൾ ചെയ്തത് ശരിയായില്ല, നിങ്ങളടുത്ത് കാണിച്ചത് ശരിയായില്ല എന്നാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നുണ്ട് കേട്ടോ. ആ വ്യക്തിക്ക് ഇപ്പോൾ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാർഡ്സൊക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ്. ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് ഇതിൽ, അതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ നഷ്ടപ്പെട്ട് പോയതിൽ ആ വ്യക്തി ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ മനഃപൂർവ്വമാണ് ഈ വ്യക്തി നഷ്ടപ്പെടുത്തിയ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി മനഃപൂർവ്വമാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയത്. നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയതിന് ശേഷം ആ വ്യക്തി ഒരു സന്തോഷവാനല്ല. അത്രത്തോളം ആ വ്യക്തി ഇനിയൊരു മാറ്റം വേണമെന്ന് തന്നെയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ സാഹചര്യത്തിൽ അവർ ചിന്തിക്കുന്നത് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്തിയതും ഈ ഒരു വ്യക്തി കാരണം തന്നെയാണെന്ന് നമുക്ക് ഈ കാർഡ്സിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് മുതൽ ആ വ്യക്തി ഇതല്ല, സത്യത്തിൽ ആ വ്യക്തിക്ക് ഇനിയൊരു മാറ്റം വേണം, ആ ഒരു സന്തോഷവാനല്ല. അത്രത്തോളം അനുഭവിച്ചു ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം. നമുക്ക് 2 കാർഡ്സ് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിലും പറയുന്നത് ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലാണ് കേട്ടോ. ഈ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് കൊടുത്തു. അതായത് ഒന്ന് സ്ട്രെങ്ത് കാർഡാണ്. അതായത് ഇപ്പോൾ ആ വ്യക്തിക്ക് മാനസികമായിട്ട് ആ വ്യക്തി ഒരു മാറ്റം, അതായത് ഒരു ഉണർവ് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് യൂണിവേഴ്സാണ് വരുത്തിയത്. നിങ്ങളുടെ തിരിച്ചറിവ് ആ വ്യക്തിക്ക് അത്രത്തോളം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളോട് വലിയൊരു തെറ്റാണ് ചെയ്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് യൂണിവേഴ്സ് തന്നെ ആണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തത് യൂണിവേഴ്സാണ്. അതാണ് ഈ വ്യക്തി ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ശരി, ഈ വ്യക്തി ഒരു തീരുമാനത്തിലേക്ക് വരും. അതിനുള്ള ഒരു സ്ട്രെങ്ത് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാലം ആൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ആൾ പോയതെങ്കിൽ ഇപ്പോൾ ആ ഒരു തിരിച്ചറിവൊക്കെ കിട്ടിയിട്ടുണ്ട്. പഴയ വ്യക്തിയല്ല ആൾ. ഒരുപാട് മാറ്റം, ഒരുപാട് തിരിച്ചറിവ് ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ആൾക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്ക് അതിനുള്ള സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഇത്ര കാലം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 2 ഷോർട്സിൻ്റെ എനർജി, ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആൾക്കൊരു ഈഗോ പിടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ ആൾക്ക് കുറേ അനുഭവത്തിലൂടെ ആൾക്കൊരു പാഠം പഠിച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ആളുള്ളത്. ഇപ്പോൾ ഒരു മനസ്സിലും ഇപ്പോൾ അതിനുള്ള ഒരു സ്ട്രെങ്ത് കാർഡാണ്. ആ ഒരു ശക്തി ഉണ്ട് ഇപ്പോൾ ആൾക്ക്. എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ആ ഒരു എനർജിയിലാണ് ആൾ നിൽക്കുന്നത്. യെസ് ഓഫ് കപ്സിൻ്റെ എനർജി, അവസാനത്തെ ഒരു കാർഡ് കിട്ടിയത് തന്നെ യെസ് ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ലൊരു മനുഷ്യനായിട്ട് മാറും, പുതിയൊരു വ്യക്തിയായിട്ട് മാറും. നിങ്ങളോട് അത്രത്തോളം സ്നേഹവും ഫീലിങ്സ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ട് കേട്ടോ.
അതായത് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒത്തിരി സ്നേഹം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നാണ്. ഒരുപാട് സ്നേഹമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ, നിറയെ നിങ്ങൾ തന്നെയാണ് ഉള്ളത്. നിങ്ങളോട് ഒരുപാട് പറയാം, അത്രത്തോളം സ്നേഹം ഇങ്ങനെ ഈ കപ്പിൽ കണ്ടോ, അതങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്ന ആ ഒരു കാഴ്ചയല്ലേ നിങ്ങൾ കാണുന്നത്. ഇതുപോലെയാണ് മനസ്സിൽ നിറയെ സ്നേഹമായിട്ട് അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് പ്രകടിപ്പിക്കണമെന്നുണ്ട് ആ വ്യക്തിക്ക്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത് കേട്ടോ. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെയാണ് അവർ കാത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി. ഇപ്പോൾ അവർക്ക് അതിനുള്ള സ്ട്രെങ്ത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പ്രതീക്ഷ മാത്രം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്, അവരുടെ ഏക പ്രതീക്ഷ നിങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ്സിലൂടെ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നതും ഒരു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഈ കാർഡ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റത്തിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമായിട്ട് ഞാൻ കുറച്ച് ക്ലോസ് എടുത്തു നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് കാർഡ്സിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ഇതുണ്ട്, ഇതാ അതായത് ജസ്റ്റിസ് കാർഡും കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും കണ്ടോ കാർഡിൻ്റെ ഇനി വരുന്ന കാർഡൊക്കെ ആൾ തിരിച്ച് വരുന്നതും ഒക്കെയാണ്. ഇതാ കണ്ടോ, ഇതിൽ പരം ഇനി ഒന്നും കിട്ടാനില്ല. നമുക്ക് ഈ കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി മറ്റേ കാർഡ്സിലും കിട്ടിയിട്ടുണ്ട്. ആൾ ഈഗോ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. പിന്നെ ആൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ജസ്റ്റിസാണ്, നീതി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ അതിനുള്ള ആ ഒരു ഹെർമിറ്റ്, അതായത് നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡ് കിട്ടിയിട്ടില്ലേ, അതായത് ആളിപ്പോൾ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. ആൾ കുറേ അനുഭവിച്ചു ജീവിതത്തിൽ. വീണ്ടും ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും. ഒരു റീയൂണിയൻ, ഒരു മാരേജൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഇന്നത്തെ കാർഡ്സിലൂടെ കിട്ടിയത്. ഇനിയും കിട്ടിയ കാർഡ് കണ്ടത് ഹെയറോ പെൻ്റാണ്. അപ്പോൾ എല്ലാം കൊണ്ട് കണ്ടത് അതായത് എംപ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി സ്നേഹം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല, ക്യാഷൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം, ഒന്നിനൊരു കുറവ് നിങ്ങൾ വരുത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കിതാ ഈ കാർഡ്സിലൂടെ നമുക്കിനി ഒന്നും നോക്കാനില്ല. ആൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലൂസ് നമ്മൾ എടുത്തു നോക്കാം. നമുക്ക് നോക്കാം. ഇതാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബ്ലാക്ക് കളർ, പത്തനംതിട്ട, ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. മൂലം നക്ഷത്രം, കൊല്ലം, ലെറ്റർ ഇ ആണ്, ലെറ്റർ ക്യൂ ആണ്, യെല്ലോ കളർ, ചിത്തിര, പാലക്കാട്, ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ പി ആണ്, പി. ലെറ്റർ വൈ ആണ്, ഫെബ്രുവരി. ലെറ്റർ സി ആണ്, സി. ലെറ്റർ യു ആണ്, യു. ചോതി. ലെറ്റർ എച്ച് ആണ്, എച്ച്. ലെറ്റർ എൻ ആണ്. മാരേജൊക്കെ നടക്കും ഈ വ്യക്തിയുമായിട്ട്. കുറച്ച് പേർക്ക് മാരേജ് നടക്കും. ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം. ജി ആണ്, ലെറ്റർ ജി ആണ്. ഓഗസ്റ്റ്, കാർത്തിക, ഓ ആണ്, ലെറ്റർ ഓ. രോഹിണി, മെയ് മാസം. ടീച്ചർ, ബ്ലൂ ബട്ടർഫ്ലൈസ്.
കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ് ആണ്. ജൂലൈ. തിരുവാതിര. ലെറ്റർ എ. ഒക്ടോബർ 24, 24. ലെറ്റർ എസ് ആണ്. എസ് കേട്ടോ, എസ്. ലെറ്റർ എൽ ആണ്, എൽ. ലെറ്റർ ഡി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്